ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞാൻ സ്വപ്ന രാകേഷ്. ഇന്നത്തെ റെസിപ്പി നല്ല രുചികരമായിട്ടൊരു ബിരിയാണിയാണ്. നമ്മൾ ആദ്യം തന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ചതച്ച് മാറ്റി വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു പാനിൽ കാഷ്നട്ടും കിസ്മിസും കുറച്ച് ഓണിയനും ഒക്കെ നെയ്യിൽ വറുത്ത് കോരി മാറ്റി വെച്ചു. പിന്നെ ഒരു വലിയ ചെമ്പ് ഗ്യാസ് ഫ്ലെയിമിലോട്ട് വെച്ച് കൊടുത്തു. കുറച്ച് നെയ്യും നമ്മുടെ റിഫൈൻഡ് ഓയിലൊക്കെ ചേർത്തിട്ട് സവോളയും തക്കാളിയും ചതച്ച ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ നല്ല പോലെ വഴറ്റി ടൊമാറ്റോ ഒക്കെ ഇട്ട് നല്ല പോലെ വഴറ്റിയതിന് ശേഷം നമ്മൾ കുറച്ച് മല്ലിയിലയും പുതിനയിലയും തൈരിലാണ് നല്ല പോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത് അതും മിക്സ് ചെയ്തതിന് ശേഷം അതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ചിക്കനാണ്. ചിക്കനോടൊപ്പം പിന്നെ എരിവിന് വേണ്ടി കുരുമുളക് പൊടിയും പച്ചമുളകുമാണ് നമ്മൾ ഇതിൽ കൂടുതൽ ചേർക്കുന്നത് കേട്ടോ. അപ്പം വേറെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. പിന്നെ നമ്മൾ അതിലോട്ട് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയും ഒക്കെ നമ്മൾ ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്തു. നമുക്ക് ചിക്കനൊക്കെ ഒന്ന് അടച്ചു വെച്ച് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കാം. കാഷ്നട്ടും കിസ്മിസും കൂടെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ നല്ലൊരു രുചിയാണ് കേട്ടോ. ഞാനിവിടെ എടുത്തിരുന്നത് കൈമ റൈസാണ്. കൈമ റൈസ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചു. വേറൊരു കുക്കർ വേറെ പാത്രവും നിങ്ങൾക്ക് എടുക്കാം. അത് നന്നായിട്ട് നെയ്യിൽ റൈസ് ഒന്ന് വഴറ്റിയെടുത്തു. തോർത്തിയെടുത്ത് റൈസൊക്കെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തു. എന്നിട്ട് ഒരു തക്കാളിയും കൂടെ ചേർത്ത് റൈസ് നല്ലപോലെ വേവിച്ചെടുത്തു. ആവശ്യത്തിന് ഉപ്പ് നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കണം കേട്ടോ വേവിക്കുമ്പോൾ തന്നെ. എന്നിട്ട് നമ്മൾ ചോറ് ദമ്മിട്ടു. നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ മുകളിലോട്ട് ചോറ് ദമ്മിട്ടു. എന്നിട്ട് നമ്മൾ നെയ്യും കുറച്ച് എണ്ണയൊക്കെ അതിന് മുകളിൽ ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയൊക്കെ ചേർത്ത് കൊടുത്തു. നല്ല ടേസ്റ്റി ആയിട്ടൊരു ബിരിയാണിയാണ്. അടച്ചു വെച്ച് ദം ചെയ്തെടുക്കാം കേട്ടോ. ഡീറ്റെയിൽഡ് ബിരിയാണി റെസിപ്പി നമ്മുടെ ചാനലിൽ ഒത്തിരി ഉണ്ട്. നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കൂ കേട്ടോ. ഓക്കെ, താങ്ക് യു.